രവീന്ദ്രൻ മാഷ്ടെ ഈ അത്യപൂർവമായ കോമ്പോസിഷൻ കേൾക്കുമ്പോൾ ഭക്തി നിർഭരമാവാത്ത മനസ്സുകൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സംശയമുള്ള കാര്യം തന്നെയാണ്. ഇതേപോലെ നല്ല നല്ല പാട്ടുകളും പാട്ട് വിശേഷങ്ങളുമായി വീണ്ടും ഡ്യുവറ്റ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഞാനും ഡ്യുവറ്റിലെ മ്യൂസിഷ്യൻസായ റാൽഫിനും ഫ്രാൻസിസും രാജേഷും ചേർന്ന് നിങ്ങളെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഡ്യുവറ്റിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു അതിഥിയാണ്. ഇദ്ദേഹം ഇപ്പോൾ മലയാളത്തിലെ ഒരു റേവിംഗ് സെൻസേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിപ്പിക്കാം. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്ന പ്ലേ ബാക്ക് സിംഗർ സച്ചിൻ വാര്യർ. സച്ചിൻ, വെൽക്കം ടു ഡ്യുവറ്റ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം സച്ചിൻ ഡ്യുവറ്റിലെ ഗസ്റ്റായിട്ട് വന്നതിന്. ലെറ്റ് മീ താങ്ക് യു ഫസ്റ്റ്. കാരണം അറിയാം സച്ചിൻ ഇപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ള പ്ലേ ബാക്ക് സിംഗർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എത്രയോ പാട്ടുകൾ ഇപ്പോൾ സച്ചിൻ്റെ വരുന്നു, സച്ചിൻ്റെ വോയിസിൽ ഞങ്ങൾ കേൾക്കുന്നു. അപ്പോൾ അതിന് വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് പറയട്ടെ. യു മേഡ് ഇറ്റ് സോ വെൽ. ശരിക്കും നൈസ് ബീയിങ് ഹിയർ ആക്ച്വലി. കാരണം ഇങ്ങനത്തെ സെറ്റിംഗിൽ, ഇങ്ങനത്തെ റിലാക്സ്ഡ് ആയിട്ടുള്ള സെറ്റിംഗിൽ കുറച്ച് പാട്ടൊക്കെ പാടി സംസാരിച്ചിരിക്കുക. ഇറ്റ്സ് ഓൾവേസ് നൈസ്. ഓ, സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ഒരുപാട് സന്തോഷം. ഞങ്ങൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് സച്ചിൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അപ്പം യു ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ് സച്ചിൻ്റെ കുറേ പാട്ടുകൾ കേൾക്കാനായിട്ട്. ബട്ട് അതിനു മുമ്പ് ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഒരു തുടക്കം ഉണ്ടല്ലോ. അപ്പം സച്ചിന്റെ റൂട്ട്സ് ശരിക്കും എവിടെയാണ്? ഞാൻ ജനിച്ചതും വളർന്നതും കോട്ടയ്ക്കൽ എന്നൊരു ചെറിയ ടൗണിലാണ്, മലപ്പുറത്ത് ഒരു ചെറിയ ടൗണിലാണ്. അപ്പം അച്ഛനും അമ്മയൊക്കെ വർക്ക് ചെയ്തിരുന്ന അവിടെയാണ്. അപ്പം അവിടെ ജനിച്ചതും വളർന്നതൊക്കെ. എൻ്റെ സ്കൂളിംഗ് വാസ് ദേർ. അത് കഴിഞ്ഞിട്ട് കോളേജ് ആയപ്പോഴാണ് എറണാകുളത്തേക്ക് മൂവ് ചെയ്തത്. അച്ഛൻ്റെ വീടാണ് എറണാകുളത്ത്. അപ്പം ജനിച്ചതും വളർന്നതൊക്കെ മോസ്റ്റ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്, ഐ മീൻ ഓൾമോസ്റ്റ് ഓൾ ഓഫ് മൈ ചൈൽഡ്ഹുഡ് വാസ് ഇൻ കോട്ടയ്ക്കൽ. അവിടെ ജനിച്ചതും വളർന്നതും. മ്യൂസിക്കിനോടുള്ളൊരു ഇത് താല്പര്യം ഫാമിലിയാണ് ഡെഫിനറ്റ്ലി. കാരണം അച്ഛൻ്റെ സൈഡായാലും അമ്മയായാലും നന്നായിട്ട് പാടുന്ന കൂട്ടത്തിലാണ്. അച്ഛൻ്റെ സൈഡായാലും എല്ലാവരും കുറേ മ്യൂസിഷ്യൻസ് ഉണ്ട് ഫാമിലിയിൽ. ലൈക്ക് പ്രൊഫഷണൽ അല്ല, എന്നാലും ഫാമിലി ഗ്യാതറിങ്സിലൊക്കെ മ്യൂസിക് വാസ് എ ഹ്യൂജ് പാർട്ട്. എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാതറിംഗ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം എന്തായാലും പാട്ടൊരു നിർബന്ധം മസ്റ്റ്
ഇഷ്ടമാണ്, അങ്ങനെ ഒരു ഇതിലാണ് വളർന്നതൊക്കെ. അപ്പം മ്യൂസിക് ഹാസ് ഓൾവേസ് ബീൻ അറൗണ്ട്. ഈവൻ കസിൻസ് ആയാലും എല്ലാവരായിട്ടും പാട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പാടുമായിരുന്നു. സോ മ്യൂസിക് ഹാസ് ഓൾവേസ് ബീൻ ദെയർ. അത് ശരി. അപ്പം ഒരു മ്യൂസിഷ്യൻ എന്നുള്ളൊരു ഫോക്കസ് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ? അതോ ഞാൻ കുട്ടിക്കാലം തൊട്ട് ക്യൂരിയസ് ആയിരുന്ന ഒരു കാര്യം, ഒരു പാട്ടിന്റെ എവല്യൂഷൻ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പാട്ട് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് അറിയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡിയോയിൽ കയറണം, എങ്ങനെയെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ ഒരു പാട്ട് എങ്ങനെ ഉണ്ടാവണം എന്ന് അറിയണം. ലൈക്ക് എങ്ങനെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പല പാട്ടിലും കേട്ടിട്ട് എങ്ങനെ ചെയ്തിട്ടുള്ളത് അത് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പാട്ട് എങ്ങനെ ഇവോൾവ് ചെയ്യുന്നത് അതൊക്കെ അറിയാൻ പാടുമായിരുന്നു. പക്ഷെ കൂടാണ്ട് തന്നെ ഈ ഒരു സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്റ്റുഡിയോയിൽ എപ്പോഴെങ്കിലും കയറണം. അതധികം കേൾക്കാത്തൊരു കാര്യമാണ്. നോർമലി നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ എൻജോയ് ചെയ്യും അതൊക്കെ, പക്ഷെ അതിന്റെ പിന്നിൽ ആരൊക്കെ മെനക്കെട്ടു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കില്ല. കാരണം റഹ്മാന്റെ പഴയ ആൽബംസിലൊക്കെ ഫുൾ ലിസ്റ്റ് ഉണ്ടാവുമായിരുന്നല്ലോ ഈ ആർട്ടിസ്റ്റിന്റെ ഒക്കെ, സ്ട്രിങ്സ് ആരാ വായിച്ച്, വെരി പെർട്ടിക്കുലർ. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മളിതെല്ലാം കണ്ടിത് ആരൊക്കെയാണ് മിക്സിങ്, വാട്ട് ഇസ് മിക്സിങ്, അതൊന്നും അറിയില്ലായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. നെറ്റിലൊക്കെ അങ്ങനെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഹാഡ് നോ ഐഡിയ, അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. ശരിക്കും പ്രൊഫഷണലി ഒന്നും അറിയില്ല, ഇപ്പോഴും അറിയില്ല. ജസ്റ്റ് ഫിഗറിംഗ് ഇട്ട് ഔട്ട്. അപ്പം സ്റ്റുഡിയോയിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പാട്ട് എപ്പോഴെങ്കിലും ജസ്റ്റ് ഫോർ മൈസെൽഫ് റെക്കോർഡ് ചെയ്യണം. അതെ അതെ, വേറെ ആരും കേൾപ്പിക്കാൻ വേണ്ടി ഹെഡ്ഫോണൊക്കെ വെച്ച് ആ ഒരു ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അത് അവിടെ ആ ക്യൂരിയോസിറ്റിയാണ് പ്രോബ്ലി ദ ബിഗിനിങ്. ശരി. അപ്പോൾ ഒരു പ്രാവശ്യം കയറണം എന്നുള്ളത് ദൈവം ഇവിടെ കനിഞ്ഞ് അനുഗ്രഹിച്ചല്ലോ. ഒരുപാട് പ്രാവശ്യം പിന്നെ കയറി സ്റ്റുഡിയോയിൽ. അത് കാരണം ഞാൻ അങ്ങനെ അത് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരുപാട് ജസ്റ്റ് ഫോർ മൈസെൽഫ് എനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. വെരി നൈസ്. അപ്പോൾ എന്തായാലും പറഞ്ഞു കോട്ടക്കലാണ് ജനിച്ച് വളർന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഡെഫിനറ്റ്ലി മലബാർ കണക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വന്നത് ഉറപ്പാണ് ബാബുക്കായിരിക്കും. തീർച്ചയായിട്ടും അമ്മയുടെ വീട് കാലിക്കറ്റും കൂടിയാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും മലബാറിന്റെ സ്ട്രോങ് റൂട്ട്സ് ഉണ്ട്. യെസ് തീർച്ചയായിട്ടും. എനിക്ക് മലബാറിന്റെ മണ്ണിൽ നിന്ന് നമുക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ വരദാനമാണ് ബാബുക്ക എന്നുള്ളൊരു മ്യൂസിഷ്യൻ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ. എനിക്ക് ഈവൻ ആഫ്റ്റർ സോ മെനി എത്ര കൊല്ലമായി നമ്മൾ ആലോചിക്കുമ്പോൾ 50-60 ഇയേഴ്സ് ആയില്ലേ. അപ്പോൾ ഇപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ ആ മാജിക് ഇപ്പോഴും ഉണ്ട്. ആ മെലഡി വെറുതെ പാടിയാൽ തന്നെ അതിനൊരു മാജിക്. അതെ, നമ്മൾ വെറുതെ ഇരുന്നൊന്ന് മൂളിയാൽ മതി. അതെ, ആ മെലഡിക്ക് തന്നെ അതിന്റെ ഒരു ഫീൽ ഉണ്ട്. വേറെ ഒരു ഇൻസ്ട്രുമെന്റിന് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ദ മെലഡി ഈസ് ശരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്യുവറ്റിന്റെ ഈ ഒരു എപ്പിസോഡ് വൈ ഡോണ്ട് വി സ്റ്റാർട്ട് ഇറ്റ് ആസ് എൻ ഓഡ് ടു ബാബുരാജ് മാസ്റ്റർ അല്ലേ? വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇന്നലെ മയങ്ങുമ്പോൾ എന്നൊരു പാട്ടുണ്ട്. അതിന്റെ ഒരു പാടിയിട്ട് തുടങ്ങാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി
വാനത്തിനീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ വാനത്തിനീരുളിൽ വഴി തെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു മാടി വിളിക്കാതെ നീ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. What a song. ആ സോങ്ങിന്റെ മാജിക് അയ്യോ ഇറ്റ് വാസ് യു സാങ് സോ ബ്യൂട്ടിഫുള്ളി സച്ചിൻ. ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്. അത് എനിക്ക് ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ഒരു പാട്ട് പാടുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസിനേക്കാളും പാട്ടിനൊരു ആത്മാവുണ്ട്, ഒരു ഫീൽ എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബാബുക്കായി പാട്ട് ഹാർമോണിയം വായിച്ച് പാടുന്ന ഓ ലൈവ് പാടുന്നത് അയ്യോ ഒരു രക്ഷയില്ല. പക്ഷെ ഇതിന് ഇന്ന് ആ ബീജിക്ക് രാജേഷ് ചേട്ടന് ഒരു പ്രത്യേക കഴിയടി കേട്ടോ. എൻ്റെ അമ്മേ അടിപൊളിയായിരുന്നു. ഓ യെസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ.